സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് കഴിഞ്ഞ രാത്രി കൊച്ചിൻ കോർപ്പറേഷൻ മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ഗ്രേസി ജോസഫിന് കുത്തേറ്റ കേസാണ്. മകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഗ്രേസി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഗ്രേസി. കുടുംബത്തിന് പരാതിയില്ലെങ്കിലും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഗ്രേസിയുടെ മകൻ ഷെഫിൻ ജോസഫ് ഒളിവിലാണ്. ഇയാൾ ലഹരിക്കടിമയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇവിടെ ഈ ഗ്രേസി ജോസഫിന് ഇന്നലെ രാത്രിയാണ് മകന്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. അപകടത്തിൽ തരണം ചെയ്തിട്ടുണ്ട്, ആശ്വാസകരമായ കാര്യം. പക്ഷേ എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത്? എന്തിനാണ് മകൻ ഈ അമ്മയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്? ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു തർക്കം നേരത്തെയും തന്നെ ഉണ്ടായിരുന്നു. പല കാരണങ്ങളെ വീട്ടു കാരണങ്ങളെ ചൊല്ലി തന്നെയുള്ള പല തർക്കങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും ഈ തർക്കങ്ങൾ വലിയ രീതിയിലേക്ക് ഒച്ചപ്പാടുകളിലേക്കും ബഹളങ്ങളിലേക്കും എല്ലാം തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും. അതിൻ്റെ ഒരു പാരമ്യത്തിലായിരുന്നു ഇന്നലെ അത് സംഭവിക്കുകയും ചെയ്തത്. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്നൊരു വിവരം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഇവർക്ക് സ്വന്തമായുള്ള ഈ കടയിൽ വെച്ചാണ് ഈ തർക്കം വരികയും പിന്നീട് കത്തിയെടുത്ത് കുത്തുകയുമായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സമീപത്ത് തന്നെയുള്ള ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് ഇവരെത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അവർക്ക് വിദഗ്ധ ചികിത്സയടക്കം നൽകാനായിട്ട് സാധിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ഒരു ആശ്വാസത്തിനും കാരണം ഇവർ ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. സംസാരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും അപകടനില പൂർണ്ണമായും തരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത്. ഇതിൽ പരാതിയില്ല എന്നതാണ് കുടുംബം അതോടൊപ്പം തന്നെ മറ്റുള്ളവരും തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിൽ കേസെടുക്കുക, FIR ഇട്ട് മുന്നോട്ട് പോകുക, അത്തരം നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഇതിൽ ഇയാളോട് ഇത്തരം കാര്യങ്ങൾ ഇതൊരു ക്രമസമാധാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് മകനെ രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കും ഈ കുടുംബം പരാതിയില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇതുപോലെ മക്കളുടെ ആക്രമണത്തിന് ഇരകളായ, അതായത് ലഹരിക്കടിമകളായ യുവാക്കളുടെ ആക്രമണത്തിന് ഇരകളായ നിരവധി മാതാപിതാക്കളുടെ അമ്മമാരുടെ വാർത്തകൾ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. അവരെ ഇപ്പോൾ തന്നെ, അതായത് ഒരു ലഹരിയുടെ പൂർണ്ണമായ അടിമത്തിലേക്ക് പോകുന്നതിന് മുൻപേ തിരികെ മക്കളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളുടെ, സമൂഹത്തിൻ്റെ, പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പോലീസ് നിയമപരമായി മുന്നോട്ട് പോകുന്നത്. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ലഹരി കേസുകളിൽ മുൻപ് പിടിക്കപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ഈ യുവാവ്? അതാണ് പോലീസ് അന്വേഷിക്കുന്നത്. പോലീസ് ഇപ്പോൾ വീട്ടുകാർ സ്വാഭാവികമായും അവരുടെ കുടുംബത്തിൽ നടന്നൊരു ബഹളം അത് ഈ രീതിയിലായി എന്നതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും പോലീസിന് ഇതിൽ വസ്തുതാപരമായ രീതിയിൽ തന്നെ ഇതിൽ ഏതെങ്കിലും മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ പോലീസ് ഇത് അന്വേഷിക്കുന്നത്. ഇയാൾക്ക് മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ ഇതുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയാളിൽ നിന്ന് പ്രാഥമികമായ രീതിയിൽ വിവരശേഖരണം നടത്തും. എന്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പോയി, എന്താണ് അവിടെ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ തീർച്ചയായും പോലീസിനോട് വിശദീകരിക്കുകയും വേണം. ടോം ചോദിച്ചതുപോലെ മറ്റേതെങ്കിലും കേസുകളും കാര്യങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ അത് സംബന്ധിച്ചൊരു കാര്യങ്ങളിലേക്ക് എത്താനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഒളിവിലിരിക്കുന്ന സാഹചര്യം, പ്രത്യേകിച്ച് കുടുംബം ഇതിൽ ഇവർക്ക് പരാതിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇയാൾ വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുക അല്ലെങ്കിൽ വീടിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ പോലീസ് നടപടിയെ നേരിടുക, അല്ലെങ്കിൽ നടപടികളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു സാഹചര്യം ഒരുക്കുക എന്നത് ഉദ്ദേശത്തോടു തന്നെയാണ് നിലവിൽ കേസുകളില്ല എന്ന്, തങ്ങൾക്ക് പരാതിയില്ല എന്നതടക്കം പറഞ്ഞുകൊണ്ട് ഇയാൾ തിരിച്ചു വരാൻ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസിലെ ഒരു തുടർ നടപടികളിലേക്ക് പോലീസ് പോയില്ല എങ്കിൽ കൂടിയും ഇയാളിൽ നിന്ന് വിശദാംശങ്ങൾ തേടും. എന്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പോയി, അതോടൊപ്പം തന്നെ എന്താണ് ഈ ലഹരിക്കടിമയായി എന്ന വിവരങ്ങൾ ലഭിക്കുമ്പോൾ തന്നെ എന്താണ് നിലവിലത്തെ ഒരു അന്തരീക്ഷം, ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരുമായുള്ളൊരു സഹവർത്തിത്വവും കാര്യങ്ങളുമെല്ലാം ഏതെങ്കിലും കേസിലേക്ക് വഴിവെച്ചിട്ടുണ്ടോ, അത്തരം തർക്കങ്ങൾ വീട്ടിൽ നടന്നിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്യുന്നത്. എന്നാലും നിലവിൽ ഇയാൾ ഒളിവിലാണ്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.